ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്യേ. നമ്മളുടെ ദേശത്ത് ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മഹാനായ ഒരു ഋഷി ആരായിരുന്നു ഈ അടുത്തിടയിൽ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, ശ്രീ രമണ മഹർഷി. അത്രയ്ക്കും വലിയ ആ ആത്മീയ നിലയിൽ നിൽക്കുന്ന ആ ആത്മീയ തേജസ്സിൻ്റെ പുകൾ വാനോളമാണ്. അങ്ങനെയാണ് നമ്മളുടെ കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധിപ്പെട്ട ഒരു മഹായോഗിയുടെ, ഒരു മഹാഗുരുവിൻ്റെ ജീവിതം മാറ്റിയ, ഒരു നോട്ടത്തിൽ ജീവിതം മാറ്റിയ ഒരു കഥ. 1948 ഒരു യുവാവ് തൻ്റെ ജിജ്ഞാസ മൂലം, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ, കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ജിജ്ഞാസ മൂലം ദേശമെമ്പാടും ചുറ്റുകയാണ്. അങ്ങനെ ഇരിക്കെ പോൾ ബ്രാൻഡൻ്റെ പുസ്തകം വായിക്കുകയാണ്. അതിൽ രമണ മഹർഷിയെക്കുറിച്ച് വളരെ നന്നായി തന്നെ പരാമർശമുണ്ട്. അങ്ങനെ രമണ മഹർഷിയുടെ അത്ഭുത കഥകളും രമണ മഹർഷിയുടെ കാഴ്ചപ്പാടുകളും അതിലൊക്കെ ആകർഷണമായിക്കൊണ്ട് ഈ യുവാവ് രമണാശ്രമത്തിലേക്ക്, തിരുവണ്ണാമലയിലേക്ക് രമണ മഹർഷിയെ തേടി നടക്കുകയാണ്. അങ്ങനെ ഒരുപാട് യാത്രയ്ക്കൊടുവിൽ രമണ മഹർഷിയുടെ സന്നിധിയിൽ ഈ യുവാവ് എത്തുന്നു. ഈ യുവാവെത്തി ആദ്യം രമണ മഹർഷി ഏതൊക്കെ ആത്മീയ പാതയിലൂടെയാണ് സഞ്ചരിച്ചത് എന്നറിയാൻ തിരുവണ്ണാമല ക്ഷേത്രത്തിൽ പോയി ശിവപെരുമാനെ ദർശിക്കുന്നു. ഈ യുവാവിന് ഒരു തരത്തിലുള്ള ദൈവവിശ്വാസവുമില്ല. പ്രത്യേകിച്ച് വിഗ്രഹ ആരാധനകളോടൊക്കെ വളരെ വലിയ എതിർപ്പാണുള്ളത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു മനോഭാവമാണ്. എങ്കിലും രമണ മഹർഷി എന്നുള്ള അത്ഭുതത്തെ കൂടുതൽ മനസ്സിലാക്കാൻ, എന്താണ് രമണ മഹർഷി, യഥാർത്ഥത്തിൽ ആത്മീയത എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ജിജ്ഞാസ, അറിവിനായിട്ടുള്ള ജിജ്ഞാസയ്ക്ക് വേണ്ടി മാത്രം രമണ മഹർഷി സഞ്ചരിച്ച പല പാതകളിലൂടെയും സഞ്ചരിക്കുന്നു. അങ്ങനെ ഗിരിവലം ചുറ്റി വരുന്നു. പലതരത്തിലുള്ള കാടും മലയും, തിരുവണ്ണാമലയിലുള്ള പലതരത്തിലുള്ള കാടും മലയും ഒക്കെ സഞ്ചരിക്കുന്നു. അവിടെയൊക്കെ പോയി ശാന്തമായി നിൽക്കുന്നു. അങ്ങനെ രമണ മഹർഷിയുടെ ചുറ്റുപാടും പഠിച്ചതിന് ശേഷം ഇനി രമണ മഹർഷിയെ കാണാനുള്ള സമയമാണ്. അങ്ങനെ ഇരിക്കെ രമണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഈ യുവാവ് വളരെ അത്ഭുതത്തോടു കൂടിയും ഭയത്തോടു കൂടിയും ജിജ്ഞാസയോടു കൂടിയും പ്രവേശിക്കുകയാണ്. പ്രവേശിക്കുമ്പോൾ കാണുന്നത് ഒരു അത്ഭുതകരമായ കാഴ്ചയാണ്. ഒരു കട്ടിലിൽ ധ്യാനിച്ചുകൊണ്ട് രമണ മഹർഷി ഒരു കോണകം മാത്രം ഉടുത്തുകൊണ്ട് നടുവിലിരിക്കുന്നു. അദ്ദേഹത്തിന് ചുറ്റുമായി ക്രിസ്ത്യൻ പാതിരിമാരും മുസ്ലിം മതത്തിൽപ്പെട്ടവരും വിദേശരായ ആളുകളും ഒക്കെ ധ്യാനിച്ചിരിക്കുന്നു. അവരെല്ലാം പല രീതിയിലാണ് ധ്യാനിക്കുന്നത്. അവരവരുടെ മതവിശ്വാസപ്രകാരം അവരവരുടെ ഇഷ്ടദൈവത്തെ അവരവർ ആത്മീയതയിലൂടെ ഉണർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. കൂടിയിരിക്കുന്നവർക്ക് പലർക്കും പല വിശ്വാസമാണെങ്കിലും അവരെല്ലാവരും അവരുടെ ദൈവത്തിലേക്കുള്ള മാർഗമായ നേരാം വഴി കാട്ടിത്തരുന്ന ഗുരുവായി അവർ കാണുന്നത് രമണ മഹർഷിയാണ്. രമണ മഹർഷി വളരെ ശാന്തനായി ആ കട്ടിലിൽ ഇരിക്കുന്നു. ഇത് കണ്ട ഈ യുവാവിന് വളരെ അത്ഭുതവും അതേസമയം അല്പം ദേക്ഷ്യവും പുച്ഛവുമൊക്കെ തോന്നി. ഈ ദേക്ഷ്യം തോന്നാൻ കാരണം, അത്രയും നേരം അവിടെ ചെന്നു നിന്നിട്ടും ഇവരുടെ കൂടെ ഇരുന്നിട്ടും രമണ മഹർഷി ഒരു നോക്കുകൊണ്ടുപോലും, ഒരു ദർശനം അല്ലെങ്കിൽ ഒരു നോക്കുകൊണ്ടുപോലും ഇദ്ദേഹത്തെ നോക്കിയില്ല. അത് വളരെ വലിയ വേദന അനുഭവപ്പെടുത്തി ഈ യുവാവിൻ്റെ മനസ്സിൽ. 2-3 ദിവസമൊക്കെ പോയി ഇരുന്ന് നോക്കി രമണ മഹർഷി തന്നിലേക്ക് നോക്കുന്നേയില്ല. എന്നിട്ട് ഈ യുവാവിൻ്റെ മനസ്സിൽ ഒരു ചിന്ത വരികയാണ്. ഈ യുവാവിനെ വല്ലാതെ ആകർഷിച്ച ഒരു വ്യക്തിത്വമാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിൻ്റെ നയങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള മുന്നേറ്റങ്ങളുമൊക്കെ ഇദ്ദേഹം വളരെ ആരാധനയോടെ നോക്കിക്കണ്ട ആളാണ്, ഈ യുവാവായിട്ടുള്ള ആൾ. എങ്കിൽ ആ യുവാവിൻ്റെ മുന്നിൽ രമണ മഹർഷിയെ പോലൊരു മഹർഷിയെ കണ്ടപ്പോൾ ഒരു പുച്ഛമാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ആ പുച്ഛം തോന്നുന്നത്? ഒന്നും പ്രവർത്തിക്കാതെ, വെളിയിലേക്ക് പോലും ഇറങ്ങാതെ ഒരിടത്ത് മാത്രം ഇരിക്കുന്ന ഒരു ഋഷി, ഒരു ഗുരു,
ഇദ്ദേഹം എന്താണ് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തത്? ഈ വെറുതെ ഇരിക്കുന്ന ആളിലേക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ആകർഷിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യക്തി ഇത്ര ആഘോഷിക്കപ്പെടുന്നത്, ഇത്ര ആളുകളിലേക്ക് എത്തിച്ചേർന്നത്? വല്ലാത്ത സംശയങ്ങളാണ്. അങ്ങനെ അവിടെ മടുത്തതിന് ശേഷം രമണ മഹർഷിയെ അത്രത്തോളമൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ട് ഈ യുവാവ് ഒരു കാര്യം തീരുമാനിക്കുകയാണ്. തൻ്റെ ആത്മീയ അല്ലെങ്കിൽ തൻ്റെ അന്വേഷണങ്ങൾക്ക് പുറകെ പോകാം, അല്ലെങ്കിൽ ആത്മീയതയിലേക്കൊന്നും വന്നിട്ട് കാര്യമില്ല, ഇതൊക്കെ വെറും ഒരു തട്ടിപ്പാണ് എന്നുള്ളൊരു തലത്തിലേക്ക് ഇദ്ദേഹം നിൽക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് പോകാം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ആ യുവാവിൻ്റെ മനസ്സു മാറി. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തിരുവണ്ണാമല വിട്ട് തൻ്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുമ്പോൾ ആ യുവാവ് മനസ്സിൽ കരുതുകയാണ്, ഏതായെങ്കിലും പോവുകയല്ലേ, തിരുവണ്ണാമല വിട്ടു പോവുകയല്ലേ, അവസാനമായി ഒന്നുകൂടെ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് മഹർഷിയെ കണ്ടേക്കാം. പതിവ് പോലെ ആശ്രമത്തിൽ ചെല്ലുന്നു. ധ്യാനനിമഗ്നനായിരിക്കുന്ന രമണ മഹർഷിയുടെ മുന്നിൽ ഇരിക്കുന്നു. ആദ്യം വെറും തറയിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. കാരണം എന്തൊക്കെയാണെങ്കിലും രമണ മഹർഷി എന്നെ നോക്കില്ലെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എന്തിനാണ് ഞാൻ നോക്കുന്നത് എന്നുള്ളൊരു ഭാവത്തോടു കൂടി തറയിൽ നോക്കി വേറെ എന്തൊക്കെയോ കാര്യം വിചാരിച്ചിങ്ങനെ ഇരിക്കുക. ഇവിടെ നിന്ന് ധ്യാനിച്ചിട്ടും കാര്യമില്ല, ഈ രമണ മഹർഷി എന്നെ നോക്കാൻ പോലും പോകുന്നില്ല, എന്തൊക്കെയാണെങ്കിലും ഇവിടെ ഇരുന്നേക്കാമെന്ന് വിചാരിച്ച് ഈ തറയിലേക്ക് നോക്കിയിരുന്നാൽ ചെറുതായി ഒന്ന് ശിരസ് മുകളിലേക്ക് ഉയർത്തിയപ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച, ഇദ്ദേഹത്തെ തന്നെ നോക്കി നമ്മളുടെ രമണ മഹർഷി ഇരിക്കുകയാണ്. ഭഗവാൻ ഈ യുവാവിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ആ കണ്ണുകളും തമ്മിൽ സംസാരിച്ച സമയം, ഒരു മഹാ തേജസ്വിയായിട്ടുള്ള ആത്മീയ ഗുരുവിൻ്റെ കണ്ണുകളിൽ നിന്ന് വരുന്ന ആ ദിവ്യപ്രകാശത്തെ തിരിച്ചറിഞ്ഞ ആ സമയം, ആ കണ്ണുകളിലേക്ക് ഉടക്കിയ ആ സമയം, ആ സെക്കൻഡുകൾക്കുള്ളിൽ, നിമിഷങ്ങൾക്കുള്ളിൽ വല്ലാത്ത ഒരു ആത്മീയ അനുഭൂതിയിലേക്ക്, അത്രയും കാലം ദൈവത്തെ എതിർത്തുകൊണ്ടിരുന്ന, അത്രയും കാലം ആത്മീയത ഇല്ല, ദൈവമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആൾ ആഴ്ന്ന നിലയിലേക്കുള്ള ആത്മീയതയിലേക്ക് പതിക്കുകയാണ്. തൻ്റെ ബാല്യകാലം, തൻ്റെ പോയ കാലം, തൻ്റെ അമ്മയോടൊപ്പമുള്ള കാലം, അതിനപ്പുറം തൻ്റെ പൂർവ്വജന്മം എല്ലാം വെറും നിമിഷങ്ങൾ കൊണ്ട് തൻ്റെ മനസ്സിലൂടെ മിന്നിമറയുകയാണ്. തനിക്കെന്തോ സംഭവിക്കുന്നു. ഇതിനെല്ലാം അപ്പുറം വേറൊരു അവസ്ഥയിലെത്തുകയാണ്. ആ അവസ്ഥയിൽ തുടരുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആ അവസ്ഥയിൽ തുടരുകയാണ്. അങ്ങനെ തുടർന്ന് ആ അവസ്ഥയിൽ ലയിച്ച് രമണ മഹർഷിയുടെ ആ കണ്ണുകളിൽ നിന്ന് വന്ന ആ ദിവ്യപ്രകാശത്തിൽ ലയിച്ചിരുന്ന ആ യുവാവിനെ അവിടെ നിന്ന് ഒരാൾ വന്ന് തോളിൽ തട്ടുമ്പോഴാണ് ഇദ്ദേഹത്തിന് ബോധമുണ്ടാകുന്നത്. അപ്പോൾ തൻ്റെ ചുറ്റിലും ധ്യാനിച്ചു കൊണ്ടിരുന്ന ആരെയും കാണാനില്ല, രമണ മഹർഷിയും കാണാനില്ല. ഇവരെല്ലാം എത്രയോ നേരം മുമ്പ് തന്നെ പോയിരുന്നു. എങ്കിലും ഇയാൾ മാത്രം അവിടെ ധ്യാന നിമഗ്നനായി തൻ്റെ ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലുമുള്ള ബോധമില്ലാതെ ധ്യാന നിമഗ്നനായി ഒരുപാട് ധ്യാനിച്ച് ഒരുപാട് ആത്മീയമായിട്ടുള്ള ക്രിയകൾ ചെയ്ത് മാത്രം കിട്ടുന്ന അനുഭവം രമണ മഹർഷിയുടെ ദിവ്യദൃഷ്ടിയിലൂടെ കിട്ടി എന്ന് കരുതുമ്പോൾ പുളകിതം കൊള്ളുകയാണ്. അത്രയും കാലം ആത്മീയത എന്താണ് എന്ന് ഈ ലോകമെമ്പാടും തിരഞ്ഞെങ്കിലും തൻ്റെ ഉള്ളിലേക്ക് തിരയാൻ ഇതുവരെ സാധിക്കായിരുന്ന ആ യുവാവിന് ഒരു നോട്ടം കൊണ്ട് ആ അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ച ആ രമണ മഹർഷി പിന്നീട് ഈ യുവാവിൻ്റെ കണ്ട ഗുരുവും ദൈവവും ഭഗവാനുമൊക്കെയായി മാറി. ആ യുവാവിനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കേരളം ഒട്ടാകെ ചർച്ച ചെയ്ത ഒരു മഹാഗുരു ജയചന്ദ്രൻ. ഇനി ജയചന്ദ്രൻ എന്നുള്ള ആ ജന്മന അദ്ദേഹത്തിന് കിട്ടിയ ആ പേരറിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്യാസ നാമം തന്നെ പരിശോധിച്ചാൽ മതി. നിത്യചൈതന്യ യതി. നടരാജ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന നിത്യചൈതന്യ യതി, ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്യാസ പരമ്പരയിൽ വരുന്ന നിത്യചൈതന്യ യതി. ഏതു ഗുരുവിനെ നോക്കിയാണോ രമണ മഹർഷി പെരിയോർകൾ എല്ലാം തെരിഞ്ചോർകൾ, മഹാനാണ് എല്ലാം അറിയാവുന്ന ആളാണ് എന്ന് രമണ മഹർഷി ശ്രീനാരായണ ഗുരുദേവനെ നോക്കി പറഞ്ഞ കഥ നമ്മൾക്കറിയാം. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗുരുദേവൻ്റെ ബ്രഹ്മവിദ്യാ പഞ്ചകം വായിക്കുമ്പോൾ രമണ മഹർഷി പറഞ്ഞതാണ്, പെരിയോർകൾ
അതുപോലെ ശ്രീനാരായണ ഗുരുദേവനെ നേരിട്ട് കണ്ടു കഴിഞ്ഞ് ശിഷ്യന്മാർ ചോദിച്ചു, ഗുരുദേവനെ കണ്ടത് എങ്ങനെ ഉണ്ടായിരുന്നു, എന്താണ് അനുഭവമെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും പറയേണ്ടതായി വന്നില്ല, കാരണം എല്ലാം അറിയാവുന്ന ആളാണ്. തെരിഞ്ചോർകൾ, എല്ലാം തെരിഞ്ചവർ, മഹാനാണ്, എല്ലാം അറിയാവുന്ന ആളാണ് എന്ന് പറഞ്ഞ ആ ഗുരുദേവൻ്റെ തന്നെ സന്യാസ പരമ്പരയിൽ വരുന്ന നിത്യചൈതന്യ യതിയുടെ ആത്മീയ വഴികാട്ടി, ആദ്യമായി ആത്മീയതയിലേക്ക് നിത്യചൈതന്യ യതിയെ എത്തിച്ച ആ നോട്ടം അത് രമണ മഹർഷിയുടേതാണ്. നോക്കൂ, ഈ ഗുരുക്കന്മാർ തമ്മിലുള്ള ഒരു ആത്മബന്ധം. രമണ മഹർഷിയുടെ ശിഷ്യന്മാർ ശിവഗിരിയിലേക്കും ശിവഗിരിയിലെ ശിഷ്യന്മാർ തിരുവണ്ണാമലയിലേക്കും പോകുമായിരുന്നു. അത് എല്ലാ മാസവും നടന്നുകൊണ്ടിരുന്നൊരു ക്രിയയാണ്. അതുപോലെ ഈ ഗുരുക്കന്മാർ തമ്മിലുള്ള ആ ആത്മബന്ധത്തിൻ്റെ ഏറ്റവും ഉത്തമ സൂചികയാണിത്, ഈ കഥ. ഈ കഥയിലൂടെ ഗുരുക്കന്മാർ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ജീവിതം മാറ്റുന്നത് എന്നുള്ള വലിയ പാഠമാണുള്ളത്. നമ്മൾ വളരെ സാധാരണമായി ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് പോലും നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്ന ആ രമണ മഹർഷി എത്ര ആളുകളെ ആത്മീയതയിലേക്ക് എത്തിച്ചിരിക്കുന്നു. എത്രത്തോളം ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് ആളുകളുടെയും നമ്മളുടെ ദേശത്തിൻ്റെയും ഭാവി മാറ്റിയിരിക്കുന്നു. അത് കൂടുതൽ അറിയണമെങ്കിൽ ശ്രീ അരബിന്ദോയുടെ പുസ്തകങ്ങൾ വായിച്ചാൽ മതി. ആ ഗുരുക്കന്മാർക്ക് ഈ ഭൗതികമായി മാത്രമല്ല അവരുടെ പ്രവർത്തനമുള്ളത്, ആത്മീയമായ കർമ്മമണ്ഡലത്തിലും അവരുടെ പ്രവർത്തനമുണ്ട്. അത് നമ്മൾക്കറിയില്ല, അത്രത്തോളം നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ ഒരിക്കലും ഒരു ഗുരു എന്താണ് ഈ ലോകത്ത് ചെയ്യുന്നത് എന്ന് നമ്മൾക്കറിയണമെങ്കിൽ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായ, പരമോന്നത ലക്ഷ്യമായ ആത്മീയത, അത് നമ്മളിലേക്ക് ഒരു ദൃഷ്ടി കൊണ്ടുപോലും, കഠോരമായ വർഷങ്ങളുടെ സാധന കൊണ്ട് കിട്ടുന്ന ആത്മീയ അനുഭൂതി വെറും ഒരു നോട്ടം കൊണ്ട് കൊടുക്കണമെങ്കിൽ ആ ഗുരുവിൻ്റെ തലം നിങ്ങളൊന്ന് അനുഭവിച്ചു നോക്കുക. അത് വെറും ഗുരുവാണോ, അതോ സാക്ഷാൽ ശിവൻ തന്നെയാണോ, അതോ സാക്ഷാൽ സ്കന്ദൻ തന്നെയാണോ, മുരുകൻ തന്നെയാണോ രമണ മഹർഷി? അങ്ങനെ ചിന്തിച്ചു നോക്കുക. ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപദ്യേ.